Hello everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെൻസസ് ആണ്. അപ്പൊ ഇത് ടെൻസസിന്റെ 4th വീഡിയോ ആണ്. ഇതിന് മുൻപ് ഞാൻ 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ഇനി ഒരു വീഡിയോയും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിലെ 12 ടെൻസസും അത്രയും നന്നായി മനസ്സിലാക്കി പഠിച്ചു കഴിയുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. അപ്പൊ മിക്കവരും ചെറുപ്പം തൊട്ടേ കേട്ടേക്കുന്ന ഒരു ടോപ്പിക് ആയിരിക്കും ടെൻസസ് എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനായാലും ഒന്ന് ടെൻസസ് പറഞ്ഞു തന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ ചെറുപ്പത്തില് ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഇത് കുറെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ പറയാൻ അറിയുന്നുണ്ടായിരിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്, നമ്മളെല്ലാം ബൈ ഹാർട്ട് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. നമ്മളൊന്നും നമ്മുടെ ഭാഷയിൽ മനസ്സിലാക്കി പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് മിക്കവർക്കും കറക്റ്റ് ആയിട്ട് എങ്ങനെ അത് പറയാ എന്ന് അറിയാത്തത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ നിങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കേപ്പബിൾ ആവുമ്പോഴാണ് ഞാൻ സക്സസ് ആവുന്നത്. അപ്പൊ എൻ്റെ ഒരു ക്ലാസ് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് വളരെയധികം സന്തോഷമായിരിക്കും. ടെൻസസിന്റെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ അങ്ങനെ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിൽ വരുന്ന 4 ടെൻസസ് ആണ്. അപ്പൊ ഇതിനു മുൻപുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് പഠിച്ചത്? പ്രസന്റ് ടെൻസിൽ വരുന്ന 4 ടെൻസസ് പഠിച്ചു. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. എന്നാലും ഒന്നും കൂടി ഓർക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു തരാം. ആദ്യം നമ്മൾ പഠിച്ചത് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ ഒന്ന് കേട്ടിരുന്നാ മതി. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ എനിക്ക് പറയണം അവൾ കളിക്കുന്നു എന്ന് പറയണം. അപ്പൊ ഇവിടുത്തെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് ഓക്സിലറി പ്ലസ് ബേസ് ഫോം ഓഫ് ദി വേർബ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോ നമ്മൾ പിന്നെ അവിടെ ഓർത്ത് വെച്ചത് എന്താണ്? ഹി ഷീ വരുമ്പോൾ ഇവിടെ വരുന്ന ഓക്സിലറി ഏതാണ്? ഡസ് ആണ് അല്ലെ? അപ്പൊ അവൾ കളിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാ നമ്മൾ എഴുതാ സ്ട്രക്ചർ അനുസരിച്ച്? അപ്പൊ ഇവിടുത്തെ സബ്ജക്ട് അവളാണ്, അപ്പൊ ഷീ. പിന്നെ ഓക്സിലറി ഏതാണ്? ഡസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹി ഷീ വരുമ്പോൾ ഡസ്, ഐ യു വി ദേ വരുമ്പോൾ ഡു ആ വെക്കുക എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഷീ ഡസ് പ്ലേ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ ഡസ് വേർബിന്റെ ബാക്കിലേക്ക് പോകുമ്പോ ആ വേർബിന് എന്താവും നമ്മൾ പഠിച്ചത്? വേർബിന് ഒരു എസ് കിട്ടും എന്ന് പഠിച്ചു. അപ്പൊ എന്തായി? ഷീ പ്ലേസ് എന്നായി. ഇനി അവർ കളിക്കുന്നു എന്നാണെങ്കിലോ നമ്മള് സ്ട്രക്ചർ അനുസരിച്ച് എങ്ങനെ എഴുതാം? ദേ പ്ലസ് ഡു പ്ലസ് വേർബ് ആണ് എഴുതാം. അപ്പൊ നമ്മൾ ഡു വേർബിന്റെ ബാക്കിലേക്ക് പോകുമ്പോ എന്താ ഉണ്ടാവുക? ഡു ഇൻവിസിബിൾ ആയി മാറും. അപ്പൊ എന്താണ് ആൻസർ? ദേ പ്ലേ എന്നാവും. മനസ്സിലായില്ലേ? അപ്പൊ ഷീ പ്ലേസ്, ദേ പ്ലേ എന്നാവും. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പഠിച്ചത്. അതായത് അവൾ കളിക്കുന്നു, അവർ കളിക്കുന്നു എന്ന് പറയാനാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പഠിച്ചത്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമുക്ക് ആകെ ഒരു കാര്യം ആലോചിച്ച് വെക്കാനുള്ളൂ. ഷീ ഹി വരുമ്പോൾ ഡസ് വരും, ഐ യു വി ദേ വരുമ്പോൾ ഡു വരും എന്ന് മാത്രമാണ് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ആലോചിക്കാനുള്ളൂ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ മുൻപത്തെ സെന്റൻസിൽ, അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ എന്താ പറഞ്ഞത്? അവൾ കളിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് കഴിഞ്ഞ് പ്രസന്റ് കണ്ടിന്യൂസിൽ ആവുമ്പോൾ അവിടെ എന്താണ് ചേഞ്ച്? എന്താണ് വരുന്നത്? അവൾ കളിക്കുകയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടുത്തെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് ഓക്സിലറി ഏതൊക്കെയാണ് വരുന്നത്? ഈസ് ഓർ ആം ഓർ ആർ ആണ് വരുന്നത്. പ്ലസ് വേർബ് പ്ലസ് ing എന്ന് പറഞ്ഞു. അപ്പൊ അവൾ കളിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ ഹി ഷീ വരുമ്പോൾ ഈസ് വരും, ഐ വരുമ്പോൾ ആം വരും, പിന്നെ ദേ വി യു ഒക്കെ വരുമ്പോൾ ആർ ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മൾ ആലോചിച്ച് വെച്ചത്. അപ്പൊ അവൾ കളിക്കുകയാണ് എന്നെങ്കിൽ നമ്മൾ എങ്ങനെ പറയാ? അപ്പൊ ഷീ ഇസ്, ഇവിടുത്തെ വേർബ് എന്താണ്? പ്ലേ ആണ്, പ്ലസ് ing. അപ്പൊ ഷീ ഇസ് പ്ലേയിങ്. ഇനി ഞാൻ കളിക്കുകയാണെന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പൊ എന്നെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഐ വരുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഏതാണ്? ആം ആണ്. അപ്പൊ ഐ ആം പ്ലേയിങ്. ഇനി അവർ കളിക്കുകയാണെന്ന് എങ്ങനെ പറയാ? ദേ ആർ പ്ലേയിങ്. ഇനി ഞങ്ങൾ കളിക്കുകയാണെന്ന് എങ്ങനെ പറയാ? വി ആർ പ്ലേയിങ്. മനസ്സിലായില്ലേ? അടുത്തത് നമ്മൾ പഠിച്ചത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് വരുമ്പോ നമ്മൾ പറയുന്നത് അവൾ കളിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു അവൾ കളിക്കുന്നു, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? അവൾ കളിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പറയുന്നത് അവൾ കളിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ സ്ട്രക്ചർ എന്താണ്?
സബ്ജക്ട് പ്ലസ് ഇവിടുത്തെ ഓക്സിലറി ഏതാണ്? ഹാസ് ഓർ ഹാവ്. പിന്നെ എന്താണ്? വേർബിന്റെ തേർഡ് ഫോം ആണെന്ന് പഠിച്ചു. അപ്പൊ ഇങ്ങനെ നമ്മൾ പറയാ, അപ്പൊ അവൾ കളിച്ചിട്ടുണ്ട് എന്നിങ്ങനെ നമ്മൾ പറയാ. അപ്പൊ നമ്മൾ ഇവിടെ ആലോചിച്ച് വെക്കേണ്ട ഒരു കാര്യം, ഹി ഷീ വരുമ്പോൾ ഇവിടുത്തെ ഓക്സിലറി ഏതാണ്? ഹാസ് ആണ്. ഐ യു വി ദേ വരുമ്പോൾ ഓക്സിലറി വരെ ഹാവ് ആണ്. പിന്നെ വേർബിന്റെ തേർഡ് ഫോം. അപ്പൊ അവൾ കളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സബ്ജക്ട് അവളാണ്, അപ്പൊ ഷീ ആണ്. അപ്പൊ ഷീ ഏതാണ് ഓക്സിലറി വരിക? അപ്പൊ ഹി ഷീ വരുമ്പോൾ ഹാസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഷീ ഹാസ് വേർബിന്റെ തേർഡ് ഫോം. അപ്പൊ വേർബ് ഏതാണ്? പ്ലേ ആണ്. അപ്പൊ പ്ലേയുടെ തേർഡ് ഫോം എന്താണ്? പ്ലേഡ് എന്നാണ്. അപ്പൊ എങ്ങനെ നമ്മൾ പറയാ? ഷീ ഹാസ് പ്ലേഡ് എന്ന് പറയാം. ഇനി അവർ കളിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ പറയാ? അപ്പൊ അവർ എന്ന് പറയുമ്പോൾ അവിടുത്തെ സബ്ജക്ട് എന്താണ്? ദേ ആണ്. പിന്നെ ഏതാണ് ഓക്സിലറി വരുന്നത്? ഹാവ് ആണ്. ദേ ഹാവ് പ്ലേഡ്. ഇനി ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം. അവൾ എഴുതിയിട്ടുണ്ട് എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? അപ്പൊ അവൾ എന്ന് പറയുമ്പോൾ ഷീ ഹാസ്, പിന്നെ വേർബിന്റെ തേർഡ് ഫോം. ഇവിടുത്തെ വേർബ് എന്താണ്? റൈറ്റ് ആണ്. പക്ഷെ റൈറ്റിന്റെ തേർഡ് ഫോം എന്താണ്? റിട്ടൺ ആണ്. അതായത് റൈറ്റ്, റോട്ട്, റിട്ടൺ. അപ്പൊ എങ്ങനെ നമ്മൾ പറയാ? ഷീ ഹാസ് റിട്ടൺ എന്ന് പറയും. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതാണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസില് നമ്മൾ ഇവിടെ എന്താണ് പറയുന്നത്? അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? അപ്പൊ ഇവിടുത്തെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് verb പ്ലസ് ing ആണ്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ പറയാ? അപ്പൊ ഇവിടുത്തെ സബ്ജക്ട് ഷീ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഷീ ഹി വരുമ്പോൾ ഇവിടുത്തെ ഓക്സിലറി ഹാസ് വരും എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും. അപ്പൊ ഇങ്ങനെ നമ്മൾ പറയാ, ഷീ ഹാസ്, പിന്നെ എന്താ നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ബീൻ ആഡ് ചെയ്യണം. അപ്പൊ ഷീ ഹാസ് ബീൻ. ഇവിടുത്തെ വേർബ് എന്താണ്? പ്ലേ ആണ്. പ്ലേയുടെ ഒപ്പം നമ്മൾ ing ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? ഷീ ഹാസ് ബീൻ പ്ലേയിങ് എന്നായി. ഇനി ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ നമ്മൾ പറയാ. അപ്പൊ ഇവിടുത്തെ സബ്ജക്ട് വി ആണ്. വീടൊപ്പം നമ്മൾ എന്താ വരാ? ഹാവ് ആണ് ഓക്സിലറി ആയിട്ട് വരാ. വി ഹാവ്, പിന്നെ ബീൻ പ്ലസ് verb പ്ലസ് ing. അപ്പൊ വി ഹാവ് ബീൻ പ്ലേയിങ് എന്നാവും. മനസ്സിലായില്ലേ? അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത് 4 ടെൻസുകളാണ്. ഏതൊക്കെയാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ ഈ പേരുകളൊക്കെ എങ്ങനെയാ കിട്ടിയെന്ന് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചേക്കുന്നതാണ്. അപ്പൊ എല്ലാവരും വീഡിയോ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും, എങ്ങനെയാണ് അത് വന്നത് എന്നൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന ഒരു സെന്റൻസ് അവൾ കളിച്ചു എന്നാണ്. അപ്പൊ അവൾ കളിച്ചു എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? അപ്പൊ ഇവിടുത്തെ സെന്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെന്റൻസ് സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ഓക്സിലറി പ്ലസ് വേർബ് ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഇവിടുത്തെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്ട് പ്ലസ് ഇവിടെ ഓക്സിലറി ഏതാണ്? ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടുത്തെ ഓക്സിലറി ഡിഡ് ആണ്. എന്തുകൊണ്ടാണ്? നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പഠിച്ച സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് ഓക്സിലറി ആയിട്ട് വന്നത് ഡു ഓർ ഡസ് ആണ് പഠിച്ചത്. അപ്പൊ ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ അവിടുത്തെ ഓക്സിലറിയുടെ പാസ്റ്റ് ടെൻസ് അല്ലേ ഇവിടെ വേണ്ടത്. അപ്പൊ ഡൂവിന്റെയും ഡസിന്റെയും പാസ്റ്റ് ടെൻസ് എന്താണ്? ഡിഡ് ആണ്. അപ്പൊ സബ്ജക്ട് പ്ലസ് ഓക്സിലറി ഡിഡ് പ്ലസ് പിന്നെ എന്താണ്? verb ആണ്. അപ്പൊ നമ്മൾ അവൾ കളിച്ചു എന്ന് പറയണമെങ്കിൽ നമ്മൾ എങ്ങനെ പറയാ? ഷീ ഡിഡ് പ്ലേ എന്നാണ് പറയാ. അതുപോലെ തന്നെ ഈ ഒരു സെന്റൻസ് നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഷീ ഡിഡ് പ്ലേ, ഹി ഡിഡ് പ്ലേ അങ്ങനെ പറയില്ല. മനസ്സിലായില്ലേ? നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എന്താ ചെയ്തത്? നമ്മൾ ഓക്സിലറിനെ വേർബിന്റെ ബാക്കിലേക്ക് കൊണ്ടുപോയി. അതുപോലെ ഇവിടെയും അങ്ങനെ ചെയ്യണം. അപ്പൊ എങ്ങനെ വരാ? അപ്പൊ ഷീ സബ്ജക്ട് എഴുതി. അപ്പൊ ഡിഡിനെ നമ്മൾ വേർബിന്റെ ബാക്കിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ പ്ലേയുടെ ബാക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ വേർബ് സെക്കൻഡ് ഫോം ആവും. മനസ്സിലായോ? വേർബിന്റെ സെക്കൻഡ് ഫോം, അതായത് പാസ്റ്റ് ടെൻസ് ആവും. അപ്പൊ ഇവിടെ ശരിക്കും എന്താണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്? സബ്ജക്ട് പ്ലസ് വേർബിന്റെ സെക്കൻഡ് ഫോം ആണ്. അപ്പൊ അവൾ കളിച്ചു എന്ന് പറയണമെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാ? ഷീ പ്ലേഡ്. അതായത് പ്ലേ ഫസ്റ്റ് ഫോം, അതായത് ബേസ് ഫോം, സെക്കൻഡ് ഫോം പ്ലേഡ്, തേർഡ് ഫോം പ്ലേഡ്. മനസ്സിലായില്ലേ? അടുത്തത് നമ്മൾ പറയുന്നത് അവൻ നോക്കി എന്നാണ് പറയുന്നത്. അപ്പൊ സ്ട്രക്ചർ അനുസരിച്ച് എങ്ങനെയാ വരുന്നത്? ഹി ഡിഡ് ലുക്ക് എന്നാണ്.
അപ്പൊ നമ്മൾ ഡിഡിനെ ലുക്കിന്റെ ബാക്കിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ ലുക്കിന്റെ സെക്കൻഡ് ഫോം ആവണം നമ്മുടെ ഇവിടുത്തെ ആൻസർ. അപ്പൊ എന്താവും? ഹി ലുക്ഡ് എന്നാവും. എന്തുകൊണ്ടാണ്? ബേസ് ഫോം ലുക്ക് ആണ്, സെക്കൻഡ് ഫോം ലുക്ഡ് ആണ്, തേർഡ് ഫോം ലുക്ഡ് എന്നാണ്. അപ്പൊ ഹി ലുക്ഡ് എന്നാവും. ഇനി അവർ കഴിച്ചു എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ പറയാ? അപ്പൊ സ്ട്രക്ചർ അനുസരിച്ച് അവർ എന്ന് പറയുമ്പോൾ ദേ ആണ്. ദേ ഡിഡ് ഈറ്റ് എന്നാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു സാധാരണ നമ്മൾ അങ്ങനെ ദേ ഡിഡ് ഈറ്റ് എന്ന് പറയില്ല. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഡിഡിനെ ഇവിടുത്തെ വേർബിന്റെ ബാക്കിലേക്ക് കൊണ്ടുപോകണം. അതായത് ഈറ്റിന്റെ ബാക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈറ്റിന്റെ സെക്കൻഡ് ഫോം ആവും. മനസ്സിലായില്ലേ? അപ്പൊ ഈറ്റിന്റെ സെക്കൻഡ് ഫോം എന്താണ്? ബേസ് ഫോം ഈറ്റ് ആണ്. ഈറ്റ്, ഏറ്റ്, ഈറ്റൺ എന്നാണ്. അപ്പൊ സെക്കൻഡ് ഫോം എന്താണ്? ഏറ്റ് എന്നാണ്. അപ്പൊ എങ്ങനെ പറയാ? ദേ ഏറ്റ് എന്നാവും. മനസ്സിലായില്ലേ? ഇനി ഞങ്ങൾ പോയി എന്ന് പറയണം. ഇതെങ്ങനെയാ നമ്മൾ പറയാ? അപ്പൊ ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി ആണ്. അപ്പൊ വി ഡിഡ് ഗോ എന്നാണ് നമുക്ക് സ്ട്രക്ചർ അനുസരിച്ച് കിട്ടാം. പക്ഷെ നമ്മൾ പറഞ്ഞു ഡിഡ് നമ്മൾ യൂസ് ചെയ്യില്ല അത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? അപ്പൊ ഗോയുടെ സെക്കൻഡ് ഫോം എന്താണ്? ഗോ, വെന്റ്, ഗോൺ എന്നാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? വി വെന്റ് എന്ന് പറയും. മനസ്സിലായില്ലേ? ഇനി കുട്ടി കരഞ്ഞു എന്ന് പറയണം. അപ്പൊ കുട്ടി എന്ന് പറയുമ്പോൾ ബേബി. ബേബി ഡിഡ് ക്രൈ എന്ന് പകരം നമ്മൾ എന്താ ചെയ്യാ? ബേബി ക്രൈഡ് എന്ന് പറയും. മനസ്സിലായില്ലേ? അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് അവൾ കളിക്കുകയായിരുന്നു എന്നാണ്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? അപ്പൊ ഇവിടുത്തെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് ഇവിടെ was or were ആണ് ഓക്സിലറി ആയിട്ട് വരുന്നത്, പ്ലസ് verb പ്ലസ് ing. ഇതെങ്ങനെയാ വന്നത്? അപ്പോൾ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എന്താണ് പഠിച്ചത്? സബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് verb പ്ലസ് ing എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇവിടെ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആവുമ്പോൾ നമ്മൾ അവിടുത്തെ ഓക്സിലറിനെയും പാസ്റ്റ് ആക്കണം. അപ്പോൾ ഈസിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? വാസ് ആണ്. ആറിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? വേർ ആണ്. അതുകൊണ്ടാണ് ഇവിടെ സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് verb പ്ലസ് ing എന്ന് വന്നത്. അപ്പൊ നമ്മളിപ്പോ സ്ട്രക്ചർ മനസ്സിലാക്കി. അതായത് സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് verb പ്ലസ് ing എന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? നമ്മൾ എപ്പോഴാണ് വാസ് യൂസ് ചെയ്യുക, എപ്പോഴാണ് വേർ യൂസ് ചെയ്യുക എന്നാണ്. വാസ് നമ്മൾ യൂസ് ചെയ്യുക സബ്ജക്ട് ഹി ഓർ ഷീ അല്ലെങ്കിൽ ഐ വരുമ്പോഴാണ് നമ്മൾ വാസ് യൂസ് ചെയ്യേണ്ടത്. വി യു ദേ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? വേർ ആണ്. അപ്പോ അവൾ കളിക്കുകയായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഇങ്ങനെ പറയാം. അപ്പൊ സബ്ജക്ട് ഷീ ആണ്. അപ്പൊ ഇവിടെ ഏതാണ് ഓക്സിലറി വരാ? വാസ് ആണ്. ഇവിടുത്തെ വേർബ് എന്താണ്? കളിക്കുക എന്നാണ്. അപ്പൊ പ്ലേ ആണ്. പ്ലേയോടൊപ്പം ing. അപ്പൊ ഷീ വാസ് പ്ലേയിങ് എന്ന് പറയും. ഇനി അവൻ നോക്കുകയായിരുന്നു. എങ്ങനെ നമ്മൾ പറയാ? ഹി വാസ് ലുക്കിംഗ് എന്ന് പറയും. ഇനി ഞങ്ങൾ പോവുകയായിരുന്നു എന്ന് എങ്ങനെ പറയാ? വി വേർ ഗോയിങ് എന്ന് പറയും. ഇനി അവർ കഴിക്കുകയായിരുന്നു എന്ന് എങ്ങനെ പറയാ? ദേ വേർ ഈറ്റിംഗ് എന്ന് പറയും. ഇനി കുട്ടി കരയുകയായിരുന്നു എന്ന് എങ്ങനെ പറയാ? ബേബി വാസ് ക്രൈയിങ് എന്ന് പറയും. മനസ്സിലായില്ലേ? അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ അവൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെന്റൻസ് നമ്മൾ എങ്ങനെ പറയാ? അപ്പൊ ഇവിടുത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഇവിടെ ഓക്സിലറി ആയിട്ട് വരുന്നത് ഹാഡ് ആണ് പ്ലസ് വേർബിന്റെ തേർഡ് ഫോം. അപ്പൊ ഇവിടെ ഇത് നമ്മൾ പറഞ്ഞത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ എന്താ പഠിച്ചത്? സബ്ജക്ട് പ്ലസ് ഓക്സിലറി ആയിട്ട് അവിടെ എന്താ വന്നത്? ഹാസ് ഓർ ഹാവ് പ്ലസ് വേർബിന്റെ തേർഡ് ഫോം. അപ്പൊ ഇവിടെ അത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ആ ഓക്സിലറിയുടെ പാസ്റ്റ് ടെൻസ് നമ്മൾ ആഡ് ചെയ്യണ്ടേ. അപ്പൊ ഹാസ് ഓർ ഹാവിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ഹാഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് വേർബിന്റെ തേർഡ് ഫോം വന്നത്. അപ്പൊ അവൾ കളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ എങ്ങനെ പറയാ? ഷീ ഹാഡ് പ്ലേഡ്. അപ്പൊ ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിത് സാധാരണ യൂസ് ചെയ്യാം. അമ്മ എന്നോട് വാങ്ങാൻ പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ പറയില്ലേ? അപ്പൊ അങ്ങനത്തെ സെന്റൻസുകൾ പറയാനാണ് നമ്മൾ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. അപ്പോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ്, ബാക്കിയുള്ള എക്സാമ്പിൾസ് പറഞ്ഞു നോക്കിയാലോ? അവൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാം. അപ്പൊ ഇവിടെ ഏത് സബ്ജക്റ്റ് വന്നാലും ഇവിടുത്തെ ഓക്സിലറി ഹാഡ് ആണ്, അതിലൊരു വ്യത്യാസമില്ല. ഇവിടെ ആകെ ആലോചിച്ച് വെക്കേണ്ടത് വേർബിന്റെ തേർഡ് ഫോം യൂസ് ചെയ്യണമെന്ന് ആലോചിച്ച് വെക്കുക. അപ്പൊ അവൻ നോക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഇങ്ങനെ പറയാം, ഹി ഹാഡ് ലുക്ഡ് എന്ന് പറയാം.
അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. They had eaten എന്ന് പറയും. ഇനി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. We had gone എന്ന് പറയും. ഇനി കുട്ടി കരഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയാ? Baby had cried എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? നമ്മൾ എപ്പോഴോ മുൻപ് തുടങ്ങിയ ഒരു പ്രവൃത്തി മുൻപ് എപ്പോഴോ അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞ അവൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? അപ്പൊ ഇവിടുത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ഇവിടെ ഒരു ബീൻ എക്സ്ട്രാ വരുന്നുണ്ട് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് verb പ്ലസ് ing. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? ഷീ ഹാഡ് ബീൻ പ്ലേയിങ് എന്ന് പറയും. ഇനി അവൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ നമ്മൾ പറയാ? അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? ഹീ ആണ്. അപ്പൊ ഇവിടെ ഹാഡ് ആണ് ഓക്സിലറി വരിക. അപ്പൊ ഹീ ഹാഡ് ബീൻ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ലുക്ക് ആണ്. ലുക്കിന്റെ ഒപ്പം നമ്മൾ ing ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? ഹി ഹാഡ് ബീൻ ലുക്കിംഗ് എന്ന് പറയും. അവർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാ? അപ്പൊ അവർ എന്ന് പറയുമ്പോൾ ദേ ആണ്. ദേ ഹാഡ് ബീൻ ഈറ്റിംഗ് എന്ന് പറയും. ഇനി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാ? വി ഹാഡ് ബീൻ ഗോയിങ് എന്ന് പറയും. അപ്പൊ ലാസ്റ്റ് കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? കോമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ആൻസേഴ്സ് അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ കോമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.